കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പുനരുദ്ധാരണ പാക്കേജ് ഉടൻ നടപ്പാക്കുക, HMTയെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംരക്ഷണ സദസ്സ് നവംബർ 7 വൈകിട്ട് 5 മണിക്ക് HMT കവലയിൽ CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള HMTയെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നാളെ വൈകിട്ട് HMT കവലയിൽ ജില്ലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളും എല്ലാ തൊഴിലാളികളും ചേർന്നുകൊണ്ട് HMT സംരക്ഷണ സദസ്സ് സംഘടിപ്പിക്കുകയാണ്. CITUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റും LDFിൻ്റെ കൺവീനറുമായിട്ടുള്ള TP രാമകൃഷ്ണൻ നാളെ ഉദ്ഘാടനം ചെയ്യും. HMT നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ്. നമ്മുടെ കളമശ്ശേരിയുടെ വികസനത്തിന്, കളമശ്ശേരിയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവന വഹിച്ചിട്ടുള്ളൊരു സ്ഥാപനമാണ്. ഇന്ന് ആ വ്യവസായത്തിലെ തൊഴിലാളികൾ ശമ്പളം കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ്. ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിലെ തൊഴിലാളികൾ പട്ടിണി കിടക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. നമുക്കറിയാവുന്നത് BJP ഗവൺമെൻറ് തുടരുന്ന തെറ്റായ സാമ്പത്തിക നിലപാടിൻ്റെ, പൊതുമേഖലയെ തകർക്കുന്ന അവരുടെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് HMT ഇപ്പോൾ പ്രതിസന്ധി നേരിടുന്നത്. അതുകൊണ്ട് HMTയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യത്തോടുകൂടി നാട്ടിലെ മുഴുവൻ ആളുകളും പങ്കാളിയാകുമ്പോൾ അതിൻ്റെ കൂടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പങ്കുചേരുന്നത് ഓട്ടോറിക്ഷകളിൽ സേവ് HMT എന്ന് പറയുന്ന സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടാണ്. ഇപ്പോൾ കളമശ്ശേരിയിലെയും അതുപോലെ തന്നെ ഈ പരിസര പ്രദേശങ്ങളിലെയും മുഴുവൻ ഓട്ടോറിക്ഷകളിലും സേവ് HMT എന്ന സ്റ്റിക്കർ പതിക്കുകയാണ്. അതുകൂടാതെ നാളെ നടക്കുന്ന ഐക്യദാർഢ്യ സദസ്സിൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തൃക്കാക്കരയിലെയും കളമശ്ശേരിയിലെയും ആലുവയിലെയും ഓട്ടോറിക്ഷ തൊഴിലാളികൾ പങ്കെടുക്കും. HMT എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ പ്രവൃത്തിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ഏക വൻകിട അടിസ്ഥാന എഞ്ചിനീയറിംഗ് വ്യവസായ സ്ഥാപനമായ കളമശ്ശേരിയിലെ HMT യൂണിറ്റ് ഇന്ന് കടുത്ത പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ തുടർന്നുവരുന്ന വ്യവസായ നയവും കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കാര്യക്ഷമതയില്ലാതെയുമാണ് HMT മെഷീൻ ടൂൾസിൽ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. പ്രതിസന്ധിക്ക് കാരണം പൊതുമേഖലകളെ തകർക്കുന്ന കേന്ദ്ര നയം.